ഇന്നത്തെ വീഡിയോയിൽ ടി ഡി എസ്, ടി എസ് എസ്, ടി എസ്, ദെൻ ഓയിൽ ആൻഡ് ഗ്രീസ്, അതുപോലെ തന്നെ ഡിസോൾഡ് ഓക്സിജന്, ബി ഒ ഡി, ദെൻ സി ഒ ഡി, ഇതെല്ലാമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പറയുന്നത് ടി ഡി എസ്, ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ്. ഇവിടെ ഇന്ന് പറയുന്നത് ഗ്രാവിമെട്രിക് മെത്തേഡിൽ ടി ഡി എസ് കണ്ടെത്തുന്ന പ്രൊസീജിയറൊക്കെയാണ്. അപ്പോൾ ടി ഡി എസ് മീൻസ് concentration of dissolved solids in water. സബ്സ്റ്റൻസ് ലൈക്ക് അതായത് അതിൽ മെറ്റൽസ് ഉണ്ടോ അല്ലെങ്കിൽ മിനറൽസ് ഉണ്ടോ സാൾട്ട് ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ടി ഡി എസ് കാണുന്നതുകൊണ്ട് തന്നെ ആ വെള്ളം പൊല്യൂട്ടൻ്റ് ആണോ അതുപോലെ തന്നെ കണ്ടാമിനൻ്റ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ദെൻ അതിൻ്റെ പ്രൊസീജിയർ നോക്കാം. സിമ്പിളായിട്ടുള്ളൊരു പ്രൊസീജിയറാണ് നമ്മൾ ഗ്രാവിമെട്രിക് മെത്തേഡിലാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രീ വെയ്ഡ് ഇവാപ്പറേറ്റിംഗ് ബീക്കർ, അതായത് മുന്നേ നമ്മൾ വെയിറ്റ് എടുത്ത നല്ലോണം ഒന്ന് ഡ്രൈ ആയിട്ടുള്ളൊരു ബീക്കർ വെയിറ്റ് എടുക്കുക. ആ വെയിറ്റ് എടുത്ത ബീക്കറിലേക്കാവണം നമ്മൾ സാമ്പിൾ ഫിൽട്ടർ ചെയ്യേണ്ടത്. 100 ml സാമ്പിൾ ഫിൽട്ടർ ചെയ്തെടുക്കുക. ദെൻ അതെന്ത് ചെയ്യുക, ഹോട്ട് പ്ലേറ്റിൽ വെക്കുക. കംപ്ലീറ്റ് ഇവാപ്പറേറ്റ് ആവണ വരെ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അത് ഡ്രൈനെസ് ആവണ വരെ, ഫുൾ ഇവാപ്പറേറ്റ് ആയി പോകണ വരെ നമ്മൾ ഹോട്ട് പ്ലേറ്റിൽ ബോയിൽ ചെയ്യുക. ദെൻ അതെന്ത് ചെയ്യുക, കുറച്ച് നേരം ഹോട്ട് എയർ ഓവനിൽ വെച്ചിട്ട് അറ്റ് 180 degree സെൽഷ്യസിലാണ് ഹോട്ട് എയർ ഓവനിൽ വെക്കുക. ദെൻ ഫുള്ള് കംപ്ലീറ്റ് ഡ്രൈനെസ് ഒക്കെ അതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഡെസിക്കേറ്ററിൽ വെച്ചിട്ട് ഒന്ന് കൂൾ ചെയ്യിപ്പിക്കുക. ദെൻ അതിൻ്റെ ഫൈനൽ വെയിറ്റ് എടുക്കുക. അപ്പോൾ നമ്മൾ പ്രീവെയ്ഡ് ബീക്കറാണ് ആദ്യം എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ബീക്കറിൻ്റെ എംറ്റി വെയിറ്റ് നമുക്കറിയാം, അതായത് ഇനിഷ്യൽ വെയിറ്റ് നമുക്കറിയാം. ദെൻ ടി ഡി എസിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് ഫൈനൽ വെയിറ്റ് മൈനസ് ഇനീഷ്യൽ വെയിറ്റ് ഇൻറ്റു 1000 ഡിവൈഡ് ബൈ വോളിയം ഓഫ് സാമ്പിൾ. അങ്ങനെ നമുക്ക് ടി ഡി എസിൻ്റെ വാല്യൂ കണ്ടെത്താൻ പറ്റും. അതിൻ്റെ യൂണിറ്റ് mg/L. ടി ഡി എസിൻ്റെ അക്സെപ്റ്റബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് 500 ആണ്. ദെൻ നെക്സ്റ്റ് ടി എസ് എസ്, ടോട്ടൽ സസ്പെൻഡഡ് സോളിഡ്. അപ്പോൾ വെള്ളത്തിലെ സസ്പെൻഡഡ് സോളിഡിൻ്റെ കോൺസെൻട്രേഷനെ മെഷർ ചെയ്യുക എന്നുള്ളതാണ് ടി എസ് എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അതിൻ്റെ പ്രൊസീജിയർ നോക്കാം. ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യണ വാട്ട്മാൻ നമ്പർ 45 ഫിൽറ്റർ പേപ്പർ ആദ്യം ഒന്ന് 15 മിനിറ്റ് ഹോട്ട് എയർ ഓവനിൽ വെച്ചിട്ടൊന്ന് ഡ്രൈ ആക്കണം. എന്നിട്ടൊന്ന് കൂൾ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ അതിൻ്റെ ഇനിഷ്യൽ വെയിറ്റ് നോട്ട് ചെയ്യണം. ദെൻ അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, 100 ml വാട്ടർ സാമ്പിൾ ഫിൽറ്റർ ചെയ്യണം. ഫിൽറ്റർ ചെയ്തിട്ട് ദെൻ ആ ഫിൽറ്റർ പേപ്പർ എന്ത് ചെയ്യുക, ഒരു പെട്രി ഡിഷിലാക്കിയിട്ട് ഹോട്ട് എയർ ഓവനിൽ വെക്കുക. 2 മണിക്കൂർ വെക്കണം 105 degree സെൽഷ്യസിൽ. ദെൻ അത് ഡ്രൈ ചെയ്തതിൻ്റെ ശേഷം, അതായത് 2 മണിക്കൂർ ആഫ്റ്റർ 2 hours അതെന്ത് ചെയ്യുക, എടുക്കുക. ദെൻ കൂൾ ചെയ്തതിൻ്റെ ശേഷം അതിൻ്റെ ഫൈനൽ വെയിറ്റ് കാണും. അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് നമ്മൾ ഫൈനൽ വെയിറ്റും ഇനീഷ്യൽ വെയിറ്റും ഉണ്ട്. അപ്പോൾ ടി എസ് എസ് mg/L ഈക്വൽ ടു ഫൈനൽ വെയിറ്റ് മൈനസ് ഇനീഷ്യൽ വെയിറ്റ് ഇൻറ്റു 1000 ഡിവൈഡ് ബൈ വോളിയം ഓഫ് സാമ്പിൾ. ദെൻ ടി എസ്, അതായത് ടോട്ടൽ സോളിഡ്. ടോട്ടൽ സോളിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ടി ഡി എസിൻ്റെയും ടി എസ് എസിൻ്റെയും സമ്മാണ്. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെ വാല്യൂം കിട്ടിയിട്ടുണ്ട്. ദെൻ അത് ആഡ് ചെയ്യുക. ദെൻ അടുത്തത് ഓയിൽ ആൻഡ് ഗ്രീസ്. വെള്ളത്തിൽ ഓയിൽ ആൻഡ് ഗ്രീസ് ഉണ്ടോ, അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ് അതറിയാൻ വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഡ്രിങ്കിങ് വാട്ടറിലൊന്നും ഇത് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിത് എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്ത് നോക്കുമ്പോൾ വേണമെങ്കിൽ നമ്മൾ എടുക്കുന്ന വെള്ളത്തിൽ കുറച്ച് ഓയിലൊക്കെ മിക്സ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ സെപ്പറേറ്റിംഗ് ഫണലിൽ ഏകദേശം ഒരു 250 to 30 ml സാമ്പിൾ വാട്ടർ സാമ്പിൾ എടുക്കാം. ദെൻ അതിലേക്ക് 2 ml 1:1 HCl ആഡ് ചെയ്യാം. അപ്പോൾ 2 ml 1:1 HCl എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ml വെള്ളത്തേക്ക് 1 ml HCl ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സ്ചർ അതെന്ത് ചെയ്യുക, നമ്മൾ ഈ സെപ്പറേറ്റിംഗ് ഫണലിലേക്ക് ആഡ് ചെയ്യാം. ദെൻ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സോൾവെൻറ്റ് ഹെക്സൈൻ ആണ്. 25 ml ഹെക്സൈൻ ആഡ് ചെയ്യാം. ദെൻ എന്ത് ചെയ്യുക, അത് നല്ലോണം ഷേക്ക് ചെയ്യുക. ഇടയ്ക്ക് ആ ഒരു സെപ്പറേറ്റിംഗ് ഫണലിൻ്റെ ആ ഒരു ലിഡൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ആ ഇതിലുണ്ടാവുന്ന ഒരു പ്രഷർ ഒന്ന് കളയാൻ ശ്രദ്ധിക്കണം. ദെൻ എന്ത് ചെയ്യുക, നമ്മൾ കുറച്ച് നേരം അതിനെ സെറ്റ് ചെയ്യാൻ വെക്കുക. അതായത് അങ്ങനെ സെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ലെയർ ഫോം ചെയ്യുന്നത് കാണാം. അതിൽ വാട്ടർ ലെയറിനെ നമ്മൾ ഒഴിവാക്കുക. ദെൻ സോൾവെൻറ്റ് ലെയർ ഉണ്ടാവും. ആ സോൾവെൻറ്റ് ലെയറിനെ നമ്മൾ അടിയിലൊരു ഇതിലേക്ക് കളക്ട് ചെയ്യണം.
അതായത് നമ്മൾ ഒരു ബീക്കർ വെയിറ്റ് എടുത്തിട്ടുള്ളൊരു ബീക്കറിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ സോൾവെൻറ്റ് ലെയർ പാസ് ചെയ്യിക്കേണ്ടത്. അത് പാസ് ചെയ്യിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, താഴെ ഒരു ഫണൽ വെക്കണം. ആ ഫണലിന് ഒരു ഫിൽറ്റർ പേപ്പർ, ആ ഫിൽറ്റർ പേപ്പറിൽ എന്ത് ചെയ്യണം, സോഡിയം സൾഫേറ്റ് ഒന്ന് വെതറിയിരിക്കണം. അതിലൂടെയാണ് ഈ സോൾവെൻറ്റ് ലെയർ പാസ് ചെയ്യേണ്ടത്. ദെൻ എന്ത് ചെയ്യുക, ഈ ബീക്കർ 60°C ഹോട്ട് എയർ ഓവനിൽ ഡ്രൈ ചെയ്യാൻ വെക്കുക. ദെൻ ഡെസിക്കേറ്ററിൽ വെച്ച് കൂൾ ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഫൈനൽ വെയിറ്റ് എടുക്കാം. ദെൻ അതിൻ്റെ കോൺസെൻട്രേഷൻ കാണാനുള്ള ഇക്വേഷൻ ഓയിൽ ആൻഡ് ഗ്രീസ് mg/L ഈക്വൽ ടു ഫൈനൽ വെയിറ്റ് മൈനസ് ഇനീഷ്യൽ വെയിറ്റ് ഇൻറ്റു 1000 ഡിവൈഡ് ബൈ വോളിയം ഓഫ് സാമ്പിൾ. ദെൻ അടുത്തത് ഡിസോൾഡ് ഓക്സിജൻ എങ്ങനെ കാണുക, അതുപോലെ തന്നെ BOD എങ്ങനെ കാണുക, അതുപോലെ തന്നെ COD എങ്ങനെ കാണുക എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഡിസോൾഡ് ഓക്സിജൻ ആദ്യം നോക്കാം. അതിൻ്റെ റിയേജൻ്റ് ഏതൊക്കെ വേണമെന്ന് നോക്കാം. MnSO4 അത് 35.4 ഗ്രാം MnSO4 100 ml ഡിസ്റ്റിൽഡ് വാട്ടറിൽ ഡിസോൾവ് ആക്കുക. ദെൻ അയഡൈഡ് ആസിഡ് അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് NaOH വേണം 50 ഗ്രാം, Na2I 13.5 ഗ്രാം വേണം, NaN3 1 ഗ്രാം പെർ 5 ml ഡിസ്റ്റിൽഡ് വാട്ടർ. ദെൻ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് 100 mlക്ക് മേക്കപ്പ് ചെയ്യുക ഡിസ്റ്റിൽഡ് വാട്ടർ കൊണ്ട്. അപ്പോൾ നമുക്ക് അയഡൈഡ് ആസിഡ് അവിടെ റെഡിയാവും. പിന്നെ നമുക്ക് വേണ്ടത് കോൺസെൻട്രേറ്റഡ് H2SO4 വേണം. ദെൻ 0.02 നോർമൽ സോഡിയം തയോസൾഫേറ്റ് വേണം. ദെൻ 2% സ്റ്റാർച്ച് 2 ഗ്രാം പെർ 100 ml. ദെൻ അതിൻ്റെ പ്രോട്ടോക്കോൾ നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, BOD ബോട്ടിൽ എയർ ബബിൾ ഒന്നും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക, വാട്ടർ സാമ്പിൾ ഫില്ല് ചെയ്യുക. ദെൻ അതിലേക്ക് എന്ത് ചെയ്യുക, 2 ml നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള MnSO4ഉം അയഡൈഡ് ആസിഡും 2 ml അയഡൈഡ് ആസിഡും ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലോണം ഷേക്ക് ചെയ്യണം. അപ്പോൾ ഒരു വൈറ്റ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് അവിടെ ഫോം ചെയ്യും. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് അതിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുക. ദെൻ 2 ml കോൺസെൻട്രേറ്റഡ് H2SO4 അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അടിയിൽ കൊണ്ടുപോയിട്ട് പതുക്കെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ സ്റ്റോപ്പർ വെച്ച് അടച്ചതിന് ശേഷം നല്ലോണം ഷേക്ക് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ മൊത്തത്തിലുള്ള സൊല്യൂഷനെയും ഒരു മെഷറിംഗ് സിലിണ്ടറിലേക്ക് മാറ്റുക. ദെൻ അതിൻ്റെ ഒരു വോളിയം നോട്ട് ചെയ്യുക. വോളിയം നോട്ട് ചെയ്യണം. ദെൻ അത് നമുക്ക് കാൽക്കുലേഷനിൽ ആവശ്യമുണ്ടാവും. ദെൻ എന്ത് ചെയ്യണം, നമ്മൾ ഈ മൊത്തം ഇതിലൊരു കോണിക്കൽ ഫ്ലാസ്ക്ക് മാറ്റിയതിൻ്റെ ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള 0.02 നോർമൽ സോഡിയം തയോസൾഫേറ്റുമായിട്ട് ഇതിനെ ടൈട്രേറ്റ് ചെയ്യണം. അങ്ങനെ ടൈട്രേറ്റ് ചെയ്യുമ്പോൾ ഒരു പെയിൽ യെല്ലോ കളർ ഫോം ചെയ്യുന്നവരെ ടൈട്രേഷൻ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ഒരു പെയിൽ യെല്ലോ കളർ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിലേക്ക് 2% സ്റ്റാർച്ച് ആഡ് ചെയ്യുക. ദെൻ വീണ്ടും എന്ത് ചെയ്യുക, ടൈട്രേഷൻ തുടങ്ങുക. ദെൻ അതിൻ്റെ എൻഡ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ബ്ലൂ കളറിന് അത് കളർലെസ് ആയി മാറും. ഇപ്പോൾ ഡിസോൾഡ് ഓക്സിജൻ്റെ കാൽക്കുലേഷൻ വരുന്നത് വോളിയം ഓഫ് തയോസൾഫേറ്റ് ഇൻറ്റു നോർമാലിറ്റി ഓഫ് തയോസൾഫേറ്റ് ഇൻറ്റു 8 × 1000 ഡിവൈഡ് ബൈ വോളിയം ഓഫ് സാമ്പിൾ. വോളിയം ഓഫ് തയോസൾഫേറ്റ് തന്നെ നമുക്ക് കിട്ടും ടൈറ്റർ വാല്യൂ. ദെൻ നോർമാലിറ്റി ഓഫ് തയോസൾഫേറ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് 0.02 നോർമലാണ്. പിന്നെ ഇക്വൽ വെയിറ്റ് ഓഫ് O2 ആണ് 8 എന്നുള്ളത് ഇൻറ്റു 1000 ഡിവൈഡ് ബൈ വോളിയം ഓഫ് സാമ്പിൾ. മീൻസ് നമ്മൾ നേരത്തെ മെഷറിംഗ് സിലിണ്ടർക്ക് ഒഴിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു വോളിയമാണ് വേണ്ടത്. ദെൻ ഡിയോടെ അക്സെപ്റ്റബിൾ ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 mg/L ഓർ മോർ. അടുത്തതായിട്ട് പറയാനുള്ളത് BOD ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അതിൻ്റെ പ്രോട്ടോകോൾ നോക്കാം. നമുക്കിവിടെ വേണ്ടത് 4 BOD ബോട്ടിൽ എടുക്കുക. 300 ml BOD ബോട്ടിൽ എടുക്കുക. നമ്മൾ BOD ബോട്ടിൽ എടുക്കുമ്പോൾ ഒക്കെ എല്ലാം ഒരേ ML അല്ലേന്ന് ഉറപ്പ് വരുത്തണം, അല്ലെങ്കിൽ ഒരേ വോളിയം അല്ലേന്ന് ഉറപ്പ് വരുത്തണം. 2 ബ്ലാങ്കിനും 2 നമ്മൾ സാമ്പിളിനുള്ളതാണ്. അപ്പോൾ സാമ്പിളിനുള്ളിൽ എന്ത് ചെയ്യുക, 10 ml രണ്ടിലും സാമ്പിൾ എടുക്കുക. ദെൻ ബാക്കി എന്ത് ചെയ്യുക, ഡൈല്യൂഷൻ വാട്ടർ വെച്ച് അത് ഫില്ല് ചെയ്യുക. എയർ ബബിൾ ഒന്നും വരാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റേ ബ്ലാങ്കിനുള്ള ബോട്ടിൽസിൽ ഫുള്ള് ഡൈല്യൂഷൻ വാട്ടർ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക, എയർ ബബിളൊന്നും വരാതെ. അപ്പോൾ നമ്മളേക്കുള്ളത് 2 ബ്ലാങ്കും 2 സാമ്പിളിൻ്റെ BOD ബോട്ടിലുമാണ് ഉള്ളത്. അതിൽ ഒരു സാമ്പിളിൻ്റെയും അതുപോലെ തന്നെ ഒരു ബ്ലാങ്കിൻ്റെയും ബോട്ടിൽ എന്ത് ചെയ്യണം, 5 ദിവസം ഇൻക്യുബേറ്റ് വെക്കണം. 20°C BOD ഇൻക്യുബേറ്ററിൽ ഇൻക്യുബേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. മറ്റേ 2 ബോട്ടിലും എടുത്തിട്ട്, അതായത് മറ്റേ ബ്ലാങ്കിൻ്റെയും സാമ്പിളിൻ്റെയും ബോട്ടിൽ എന്ത് ചെയ്യുക, ഡിസോൾഡ് ഓക്സിജന് കാണാൻ വേണ്ടിയിട്ട്
എടുക്കുക. അതായത് ഡിസോൾഡ് ഓക്സിജൻ കാണാനുള്ള ആ ഒരു പ്രൊസീജിയർ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ മെത്തേഡിൽ എന്ത് ചെയ്യുക, അതിനെ അന്ന് തന്നെ എന്ത് ചെയ്യുക, ഡിസോൾഡ് ഓക്സിജൻ കാണുക. മറ്റേത് 5 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യാൻ വെച്ചത് 5 ദിവസം കഴിഞ്ഞിട്ട് എടുത്തിട്ട് അതും എന്ത് ചെയ്യുക, ഡിസോൾഡ് ഓക്സിജൻ കാണാം. ദെൻ BODൻ്റെ കാൽക്കുലേഷൻ. BOD mg/L ഈക്വൽ ടു സാമ്പിൾ അറ്റ് D0 - D5 മൈനസ് ബ്ലാങ്ക് കറക്ഷൻ ഓൾ ഇൻറ്റു ഡൈലൂഷൻ ഫാക്ടർ. ഡൈലൂഷൻ ഫാക്ടർ വരുന്നത് ബോട്ടിൽ വോളിയം ഇൻറ്റു സാമ്പിൾ വോളിയം ചെയ്താൽ കിട്ടും. ദെൻ ബ്ലാങ്ക് കറക്ഷൻ വരുന്നത് ബ്ലാങ്ക് അറ്റ് D0 മൈനസ് ബ്ലാങ്ക് അറ്റ് D5 ആണ്. D0 പറഞ്ഞാൽ ആ ഒരു ഇനിഷ്യൽ ഡേത്തെ വാല്യൂ, അതുപോലെ തന്നെ D5 എന്ന് പറഞ്ഞാൽ ഡേ 5 5 ദിവസം കഴിഞ്ഞിട്ട് ഇൻക്യുബേഷൻ വെച്ച് 5 ദിവസം കഴിഞ്ഞിട്ടുള്ള ആ ഒരു വാല്യൂ ആണ്. ദെൻ നമുക്ക് ഡൈലൂഷൻ വാട്ടർ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. നമുക്കിവിടെ വേണ്ടത് ഫോസ്ഫേറ്റ് ബഫർ, കാൽഷ്യം ക്ലോറൈഡ്, മെഗ്നീഷ്യം സൾഫേറ്റ്, ഫെറിക് ക്ലോറൈഡ്, ഇതെല്ലാം 2 ml എടുക്കുക. ദെൻ എന്ത് ചെയ്യുക, ഡിസ്റ്റിൽഡ് വാട്ടർ വെച്ചിട്ട് അതിനെ മേക്കപ്പ് ചെയ്യുക 2 ലിറ്ററിലേക്ക്. ദെൻ ഈ ഒരു മൊത്തത്തിലുള്ള ആ വെള്ളത്തിന് നമ്മൾ എന്ത് ചെയ്യണം, 2 മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് എയറേറ്റ് ചെയ്യണം. അതായത് ഒരു മഗ് വെച്ചിട്ട് ഇങ്ങനെ പോർ ചെയ്യണം, ഒന്ന് ഇളക്കി കൊടുക്കണം. ദെൻ COD കാണാനുള്ള പ്രോട്ടോക്കോൾ. COD മീൻസ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഇവിടെ നമ്മൾ വെള്ളത്തിൻ്റെ പൊല്യൂട്ട് അനുസരിച്ചാണ് നമ്മൾ ആ ഒരു പൊട്ടാസ്യം ക്രോമേറ്റ് ആഡ് ചെയ്യണ ആ ഒരു രീതി. പൊട്ടാസ്യം ക്രോമേറ്റ് ആഡ് ചെയ്യുന്നത് നമ്മൾ ലോ പൊല്യൂട്ടഡ് ആയിട്ടുള്ളതിലേക്ക് എന്ത് ചെയ്യുക, ഒരു 20 ml പൊട്ടാസ്യം ക്രോമേറ്റും, പൊല്യൂട്ട് ഉണ്ട്, അത്യാവശ്യം ഹൈ പൊല്യൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 ml പൊട്ടാസ്യം ക്രോമേറ്റും ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ പൊല്യൂട്ട് ഉണ്ട്, അത്യാവശ്യം പൊല്യൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു സാമ്പിൾ ഒരു 20 ml എടുത്തിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, 10 ml പൊട്ടാസ്യം ക്രോമേറ്റ് 0.1 നോർമാലിറ്റിയുള്ള പൊട്ടാസ്യം ക്രോമേറ്റ് ആണ് ആഡ് ചെയ്യേണ്ടത്. ദെൻ എന്ത് ചെയ്യുക, 30 ml കോൺസെൻട്രേറ്റഡ് H2SO4 സ്ലോ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ അതെന്ത് ചെയ്യുക, ഹാഫ് ആൻ അവർ നമ്മൾ എന്ത് ചെയ്യുക, ബോയിൽ ചെയ്യുക ഹോട്ട് പ്ലേറ്റിൽ വെച്ചിട്ട്. ഈ ബോയിൽ ചെയ്തതിന് ശേഷം കൂൾ ചെയ്തതിന് ശേഷം നമ്മൾ 120 ml ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്യണം. അപ്പോൾ നല്ലൊരു ഹോട്ട് കണ്ടീഷനിലായിരിക്കും അത്. ദെൻ എന്ത് ചെയ്യുക, നമ്മൾ ഫെറോയിൻ ഇൻഡിക്കേറ്റർ 2O2 ഡ്രോപ്പ് ആഡ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, ഫെറസ് അമോണിയം സൾഫേറ്റ് 0.1 നോർമൽ ഫെറസ് അമോണിയം സൾഫേറ്റ് വെച്ച് ടൈട്രേറ്റ് ചെയ്യുക. ഉള്ള എൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൂ ടു റെഡിഷ് ബ്രൗൺ. ദെൻ ഇതിൻ്റെ ബ്ലാങ്കും നമ്മൾ ഒന്ന് ചെയ്യണം. അതായത് 20 ml സാമ്പിൾ എടുത്ത് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, 20 ml ഡിസ്റ്റിൽഡ് വാട്ടറും 10 ml പൊട്ടാസ്യം ക്രോമേറ്റും വെച്ചിട്ട് നമ്മൾ ഈ ചെയ്തത് ഫുള്ളും ചെയ്യാം. COD mg/L ഈക്വൽ ടു ബ്ലാങ്ക് മൈനസ് സാമ്പിൾ ഇൻറ്റു 0.1 ഇൻറ്റു 8 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സാമ്പിൾ. 0.1 മീൻസ് നോർമാലിറ്റി ഓഫ് ഫെറസ് അമോണിയം സൾഫേറ്റ് ആണ്. 8 വന്നത് ഇക്വലന്റ് വെയിറ്റ് ഓഫ് O2. പിന്നെ B എന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ടൈറ്റർ വാല്യൂം. S മീൻസ് സാമ്പിളിൻ്റെ ടൈറ്റർ വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. ദെൻ നമ്മൾ റിയേജൻറ്റ് പ്രിപ്പറേഷൻ പറഞ്ഞിട്ടില്ല. നമുക്കിവിടെ വേണ്ടത് 0.1 നോർമൽ ഫെറസ് അമോണിയം സൾഫേറ്റ് വേണം. അപ്പോൾ അതിന് എന്ത് ചെയ്താൽ മതി, 9.8 ഗ്രാം 250 ml ഡിസ്റ്റിൽഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, നമ്മൾ 5 ml H2SO4 കൂടി ആഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെ, ഒരു 9.8 ഗ്രാം ഫെറസ് അമോണിയം സൾഫേറ്റ് എടുത്തിട്ട് ഒരു 50 ml ഡിസോൾവ് ചെയ്താൽ മതി. എന്നിട്ട് 5 ml H2SO4 ആഡ് ചെയ്തതിന് ശേഷം അത് എന്ത് ചെയ്താൽ മതി, 250 mlക്ക് മേക്കപ്പ് ചെയ്താൽ മതി. ഓക്കെ, ദെൻ 0.1 നോർമൽ പൊട്ടാസ്യം ക്രോമേറ്റ്, അത് 0.49 ഗ്രാം പൊട്ടാസ്യം ക്രോമേറ്റ് 100 ml ഡിസോൾവ് ചെയ്യാം.